നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മധുരപാനീയമാണ് ഫ്രൂട്ടി. നല്ല മാമ്പഴത്തിൻ്റെ രുചിയാണ് ഫ്രൂട്ടി നമുക്ക് തരുന്നത്. നല്ല ചൂടുള്ള സമയത്താണെങ്കിലും തണുപ്പുള്ള സമയത്താണെങ്കിലും നല്ല ചില്ല് ചെയ്ത തണുത്ത ഫ്രൂട്ടി കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ ഫ്രൂട്ടി ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഫ്രൂട്ടി എന്ന ബ്രാൻഡ് തന്നെ ഒരു വലിയ ഫേമസ് ആവാൻ കാരണം അതിൻ്റെ ഓതൻറ്റിസിറ്റിയും അതിൻ്റെ രുചിയും തന്നെയാണ്. എങ്ങനെയാണ് ഫാക്ടറികളിൽ വലിയൊരു അളവിൽ ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് എന്നറിയാമോ? ഫാക്ടറികളിൽ മാമ്പഴ ജ്യൂസായ ഫ്രൂട്ടി നിർമ്മിക്കുന്നത് ഉയർന്ന സാങ്കേതിക വിദ്യയും ശുചിത്വവും ഉപയോഗിച്ച് തന്നെയാണ്. മാമ്പഴത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പൾപ്പ്, മാംഗോ പൾപ്പ്, പഞ്ചസാര, വെള്ളം, ഫ്ലേവറുകൾ, പ്രിസർവേറ്റീവുകൾ എന്നിവ കൃത്യമായ അനുപാതത്തിൽ കൂട്ടിയിളക്കി അണുവിമുക്തമാക്കിയ ശേഷമാണ്, അതായത് സ്റ്റെറിലൈസ് ചെയ്ത ശേഷമാണ് പാക്കറ്റുകളിലാക്കുന്നത്. ഇതിന് ഒരുപാട് നിർമ്മാണ ഘട്ടങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് ആ നിർമ്മാണ ഘട്ടങ്ങൾ എന്ന് നോക്കാം. പൾപ്പ് തയ്യാറാക്കലാണ് ആദ്യത്തേത്. മികച്ച ഇനം മാമ്പഴങ്ങൾ കഴുകി തൊലിയും കുരുവും നീക്കം ചെയ്ത് മിനുസമുള്ള പൾപ്പാക്കി മാറ്റുകയാണ്. രണ്ടാമതായി കൂട്ടിച്ചേർക്കുന്നു. വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കുകളിൽ ഈ മാമ്പഴ പൾപ്പ് ശുദ്ധീകരിച്ച വെള്ളം, പഞ്ചസാര, ഫുഡ് കളർ, അസിഡിറ്റി റെഗുലേറ്ററുകൾ എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുന്നു. അടുത്തതായി ചെയ്യുന്നത് അണുവിമുക്തമാക്കലാണ്. ജ്യൂസിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാനായി മിശ്രിതം ഏകദേശം 90 ഡിഗ്രി വരെ ചൂടാക്കുന്നു. പാക്കിംഗ് ആണ് അവസാനത്തേത്. ജ്യൂസ് യാന്ത്രികമായി, അതായത് ഓട്ടോമാറ്റിക് ടെട്രാ പാക്കറ്റുകളിലോ പ്ലാസ്റ്റിക് കുപ്പികളിലോ, അതായത് പെറ്റ് ബോട്ടിൽസിലോ നിറച്ച് വായു കടക്കാത്ത രീതിയിൽ സീൽ ചെയ്ത് അടയ്ക്കുന്നു. പഴുത്തതും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ പഴങ്ങൾ മാത്രമേ ഇതിന് തിരഞ്ഞെടുക്കാറുള്ളൂ. അഴുക്ക്, കീടനാശിനികൾ, പുറം തൊലി എന്നിവ നീക്കം ചെയ്യാനാണ് കഴുകി തൊലികൾ നീക്കുന്നത്. വിത്തുകളും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളും ശ്രദ്ധാപൂർവം നീക്കം ചെയ്യും. മിനുസമാർന്നതും ഏകീകൃതവുമായ പഴത്തിന്റെ പൾപ്പ് ലഭിക്കുന്നതിന് ഈ ഒരു പഴം, അതായത് മാങ്ങ, ഒരു പൾപ്പറിലൂടെ കടത്തിവിടും. ബാക്ടീരിയകളെ കൊല്ലുന്നതിനും ഷെൽഫ് ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി പൾപ്പ് ചൂടാക്കുന്നു. അതാണ് പേസ്ചറൈസേഷൻ. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മാമ്പഴ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണ് ഫ്രൂട്ടി. ചെറുപ്പകാലം മുതൽ വിശ്വാസ്യതയോടെ തന്നെ എല്ലാവരും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഫ്രൂട്ടി. ഈ മാമ്പഴ ഫ്രൂട്ടി ഇപ്പോൾ സുഖമായി നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാനും സാധിക്കാറുണ്ട്. എന്താണെങ്കിലും മാമ്പഴ ഫ്രൂട്ടി ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. കൊക്കക്കോള തുടങ്ങിയ സോഡ ഉൽപ്പന്നങ്ങൾ ഉള്ള സമയത്ത് ഫ്രൂട്ടി കുട്ടികൾക്കൊരു ആശ്വാസം തന്നെയാണ്.